എനിക്ക് പലതരത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ ചാനലുകളിലും ഓൺലൈൻ മീഡിയകളിലും ഒക്കെ ഇതാണ് വാർത്ത. ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്. ഒന്നും വേണ്ട, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലുള്ളവരൊക്കെ സഹായം ചെയ്ത് പിന്നെ ഞാൻ മോനെ കാണാമെന്ന് അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. ഇനി അവരോട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞെങ്കിൽ ആരെങ്കിലും പേടിപ്പിക്കാൻ വേറെ മോനെ വിളിപ്പിക്കില്ലെന്ന് പറയാം. ഇത് നിസ്സാര കാര്യമല്ല, സാധാരണക്കാരുടെ ദുരവസ്ഥയാണ്. അവരുടെ നിശ്ശബ്ദമായ കരച്ചിലാണ്. നമ്മൾ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഇവിടെ ഒരു മോൻ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കണമെന്ന് പറയാം, പഠിപ്പിക്കാൻ വന്നു. മനസ്സിലായോ? ആരെങ്കിലും പേടിപ്പിക്കാനോ വരട്ടാനോ വന്നാ പറഞ്ഞു. ഞാൻ ആ മോനോട് വിളിച്ച് പറയുന്നു, തിരിച്ചു പേടിപ്പിച്ചു കേട്ടാ. ആണുങ്ങളെ കണ്ട് പഠിക്കച്ചാ പുലിയാണ് കേട്ടാ. എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് നേരെ കയറി വന്നു. ആ ഇപ്പൊ എനിക്ക് സന്തോഷായി. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വെയിലോട്ടിരുന്നു കേട്ടാ. എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ആൺകുട്ടിയാണ്. എന്റെ വാചകം അവസാനിക്കുന്നതിന് മുമ്പ് പ്രിയങ്കരനായ അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. സത്യനെ മൂത്തെന്ന് തോന്നുന്നു. വഴി വിതരണം ചെയ്യുന്നതിന് വെബ്സൈറ്റ് സ്റ്റോർ തയ്യാറാക്കിയിട്ടുണ്ട്. വൻ ഭൂരിപക്ഷത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് UDF-ന്റെ സുനാമിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അമ്മാതിരി കമന്റ് കേട്ടോ കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ പണി വരുന്നുണ്ടവറാച്ച. കുറച്ചുപേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. എജിയുടെ നിയമോപദേശം മറച്ചു വെച്ചു എന്നാണ് CPI-യുടെ ആരോപണം. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്. കടക്ക് പുറത്ത് കേരളം പറഞ്ഞു കടക്ക് പുറത്ത് എന്ന്. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും.